നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കടുത്ത ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് 28 വരെ നീട്ടി. ശരാശരി താപനിലയിൽ നിന്നും 4 ഡിഗ്രി വരെ ചൂട് വരുന്ന ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. പൊതുജനത്തിനോട് കടുത്ത ജാഗ്രത പാലിക്കാൻ സർക്കാരും വിവിധ ആരോഗ്യ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൂര്യതാപമാണ് വർദ്ധിക്കുന്നത്. പാലക്കാട് മുണ്ടൂരിൽ ഇന്നലെ രേഖപ്പെടുത്തിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോട്ടയത്തും ആലപ്പുഴയിലും കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല. സൂര്യാഘാത സാധ്യത പരിഗണിച്ച് തൊഴിൽ വകുപ്പ് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തുന്നവരും പാടത്തും റോഡിലുമൊക്കെ ജോലിയെടുക്കുന്നവരും പരമാവധി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശരീരത്ത് നിർജ്ജലീകരണം കൂടാൻ സാധ്യതയുള്ളതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒത്തിരി കുടിക്കാനും ജലാംശം ശരീരത്ത് നിലനിർത്തുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സ്വീകരിക്കുക. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ പോവാതിരിക്കുക. ഉടനെയൊന്നും മഴ ലഭിക്കാൻ ഇടയില്ലാത്ത സാഹചര്യത്തിൽ ഈ സ്ഥിതി എത്രനാൾ തുടരേണ്ടി വരും എന്ന് വ്യക്തമല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് 39 പേരാണ് സൂര്യാഘാതം മൂലം ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. തൽസ്ഥിതി തുടർന്നാൽ കടുത്ത വരൾച്ചയിലേക്കും വറുതിയിലേക്കും കേരളം നീങ്ങും എന്നതിൽ തർക്കമില്ല. ഈ രൂക്ഷ അവസ്ഥയെ പ്രതിരോധിക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം മുൻകരുതലുകളാണ്.